സർ, ഭാഗ്യം നിങ്ങളിവിടെ ഉണ്ടല്ലോ. ഞാൻ ആ 2 വീടിന്റെ വാതിലും മുട്ടിയായിരുന്നു. ഈ വീടിന്റെ വാതിൽ എങ്ങനെ മുട്ടുമെന്ന് ആലോചിച്ച് നിൽക്കായിരുന്നു സർ. നിങ്ങള് എന്നെ അന്വേഷിച്ചു വന്നാ? അതെ സർ, എല്ലാവരും നിങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. പോലീസോ? സർ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? റാം സാറിനെ വേണ്ടത്. അത് ബോസ് തൊട്ടതായിരിക്കും. ബോസ് അയച്ചതോ? ക്രേസി അല്ലേ? ഇങ്ങനെ ഒരു ബോസ് എവിടെയെങ്കിലും ഉണ്ടാവോ? എന്നെ വിളിക്കാനായിട്ട് ഇതേ പോലീസിനെ പറഞ്ഞു വിട്ടേക്കുന്നു. വെരി ഫണ്ണി. അയ്യോ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവും. ഇന്ന് മൊത്തം ഇവിടെ ആയിരുന്നില്ലേ? ബോസ് എപ്പോഴും ഇങ്ങനെയാ. ബോസിന് നിന്നോട് ഇനി ദേഷ്യം പിടിക്കോടാ? സാലറി എന്തായാലും കട്ട് ചെയ്യുന്ന ഉറപ്പാ. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഞാൻ ബോസിനോട് സംസാരിക്കാം. സർ, നിങ്ങള് വേറെന്തെങ്കിലും അത്യാവശ്യ ജോലിക്ക് ഇറങ്ങിയതാണോ? അതിൻ്റെ ഇടയ്ക്ക് എന്നെ കാണാൻ വേണ്ടി വന്നതാണോ? ആണോ സർ? അതെ സർ. ഓ, വെരി നൈസ്. സർ, ഞാൻ ഇതാ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ വേണ്ടി റെഡി ആവുമായിരുന്നു. അപ്പോഴേക്കും സാറിങ്ങെത്തി. ഞാൻ വരാം സർ, ഞാൻ വരാം. ഓക്കെ സർ. എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞേക്ക, താൻ റെസ്റ്റ് എടുക്ക, മരുന്നെല്ലാം കറക്റ്റായിട്ട് കഴിക്ക്. ഓക്കെ? ആദ്യമായിട്ടാ പോലീസുകാരൊക്കെ വീട്ടിലേക്ക് വരുന്നത്. ആകെ ടെൻഷനായിപ്പോയി. ഡോണ്ട് വറി, അത് ഞാൻ നോക്കിക്കോളാം. ബൈ. റാം, നീ വന്നപ്പോഴേ ഇത് നിന്നോട് പറയണോന്ന് വിചാരിച്ചതാ. സിഹി ഉള്ളോണ്ടാ ഞാൻ പറയാതിരുന്നത്. അമ്പലത്തിൽ വെച്ച് ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഐ എം സോറി, എനിക്ക് തെറ്റുപറ്റിയതാ. ഇനി മേല നീ അഡ്വാൻസ് സാലറിയെ പറ്റി സംസാരിക്കുകയും ചെയ്യരുത്, ട്രൈയും ചെയ്യരുത്. ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്തോളാം. യാ, ഷുവർ. ബൈ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സർ, നിങ്ങൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞൊരു കോള് വന്നു. നിങ്ങളുടെ വീട്ടിലെല്ലാവരും പേടിച്ചിരിക്കുകയാണ് സർ. സർ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലോ അല്ലേ? നോ സർ, ഐ എം അബ്സല്യൂട്ട്ലി ഫൈൻ സർ. സർ, നിങ്ങള് ഇങ്ങനെയുള്ളൊരു സ്ഥലത്ത്... ആക്ച്വലി ഞാനൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വന്നാ. എനിക്കൊരു കുഴപ്പമില്ല. ഇൻസ്പെക്ടർ, ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? ഷുവർ സർ, പറയൂ. ഞാൻ ഇങ്ങോട്ട് വന്ന കാര്യം ആരോടും പറയരുത്. എന്റെ വീട്ടുകാരോടൊക്കെ ഞാൻ സംസാരിച്ചോളാം. ഡോണ്ട് വറി. ഓക്കെ സർ, ഗുഡ് നൈറ്റ്. ഫോൺ വിളിച്ചിട്ട് ഞാൻ എടുക്കാഞ്ഞപ്പോ മുത്തശ്ശൻ എന്തോ പാനിക്കായെന്ന് തോന്നുന്നു. അച്ഛാ, അച്ഛാ. രാമൻ വന്നോ? ഇല്ല അച്ഛാ, അവൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തിക്കോളും. അത് പറയാനാ ഞാൻ ഓടി വന്നത്. അവൻ എവിടെയുള്ളത്? സംസാരിച്ചിരുന്നോ നീ? ഇല്ല അച്ഛാ, ഞാൻ കമ്മീഷണറോട് സംസാരിച്ചിരുന്നു. അവൻ ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞ്. അവൻ ഇപ്പൊ തന്നെ വീട്ടിലേക്ക് എത്തുമെന്നും പറഞ്ഞിട്ടുണ്ട്. നീ പറയുന്ന സത്യാണോ മോളെ? ഞാൻ എന്തിനാ കളവ് പറയുന്നത്? സത്യാ. സത്യമായിട്ട് അവന് കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ? സത്യമായിട്ട് ഒരു കുഴപ്പമില്ല അച്ഛാ. പിന്നെ അവൻ എവിടെയെന്ന് അറിയില്ലെന്ന് പറഞ്ഞതോ? അതല്ല അച്ഛാ, വെറുതെ അവരോട് ഫോഴ്സ് ചെയ്ത് ചോദിച്ച് പാനിക് ആക്കണ്ടെന്ന് വിചാരിച്ച് ഞാൻ അത് ചോദിച്ചില്ല അച്ഛാ. നിലവില് അവന് ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞത് കേട്ടപ്പോഴെ എന്റെ ശ്വാസം നേരെ വീണത്. അച്ഛനോട് അതൊന്ന് പറയാന്ന് വിചാരിച്ചാ ഞാൻ ഓടി വന്ന്. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനം കിട്ടി. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് വീട്ടിലുള്ളവരുടെ ടെൻഷനെ കുറിച്ചൊന്നും അറിയില്ല. അവരുടെ ലോകത്ത് അങ്ങനെ മുഴുകി നിൽക്കും. അത് പിന്നെ നമ്മുടെ അപ്പോ ഇത്ര നാളും വേറൊരു ലോകത്തല്ലായിരുന്നു ജീവിച്ചിരുന്നത്. അവനെ കയറിട്ട് കെട്ടണമെങ്കിൽ മുന്നിൽ ഒരേ ഒരു വഴിയുള്ളൂ. വീട്ടിലെ കെട്ടിയോളെന്നുള്ള ഒരാളുണ്ടായിരുന്നെങ്കിൽ അവൻ ഇത്ര നേരം മാറി നിൽക്കുവോ? അവൾ അടങ്ങി നിൽക്കുന്നു തോന്നുന്നുണ്ടോ? അവനെ ഈ ഓഫീസ് പരിപാടിയൊന്നും വേണ്ട മോളെ.
ഒരു കല്യാണമൊക്കെ കഴിച്ചിട്ടേ നമ്മുടെ കൂടെ സന്തോഷമായിട്ടങ്ങ് ഇരുന്നാ മതി. അങ്ങനെ പോരെ മോളെ? അവനൊന്ന് ഇങ്ങോട്ട് വരട്ടെ അച്ഛാ, നമുക്ക് സംസാരിക്കാം. സംസാരിക്കൊന്നും വേണ്ട, ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു. എങ്ങനെയൊക്കെ ചോദിച്ചാലും ഒഴിഞ്ഞു നിൽക്കുക ഈ ഒരു കാര്യത്തില്. ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. ഇനി വൈകിപ്പിക്കാൻ എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. മനസ്സ് സമ്മതിച്ചാലും ജീവൻ സമ്മതിപ്പിക്കുമെന്നറിയില്ല. അതുകൊണ്ട് എനിക്ക് അവന്റെ കല്യാണം കണ്ടേ പറ്റൂ. അതിനച്ഛൻ ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയണോ അച്ഛാ? അവൻ എത്രയും വേഗം കല്യാണം കഴിക്കും. അതിന്റെ കാര്യം ഞാൻ ഏറ്റു. അതാ ഒരു സമാധാനം മോളെ. നീ ഉള്ളത് കൊണ്ടാ എന്റെ വാണിയുടെ ആത്മാവിന് സമാധാനം കിട്ടുന്നത്. മുതലാളി, ദേ മോൻ വന്നു കേട്ടോ. വാ മോനെ വാ. അപ്പോ അപ്പൊ നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഒരു ഫോണെങ്കിലും ചെയ്തുകൂടായിരുന്നു നിനക്ക്? മോനെ, എടാ എന്തിനാടാ നീ ഞങ്ങളെ ഇങ്ങനെയൊക്കെ പേടിപ്പിക്കുന്നേ? എന്താ മുത്തശ്ശ, എന്തു പറ്റി? എന്തു പറ്റിയെന്നോ? എവിടെ പോയിന്നറിയില്ല, ഒരു ഫോണില്ല. എല്ലാവരും എന്ത് ടെൻഷനായിരുന്നോ? അച്ഛനാണെങ്കി നിനക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ വിഷമിച്ചിരിക്കായിരുന്നു റാം. അയ്യോ മുത്തശ്ശ, എനിക്ക് എന്തു പറ്റാനാ? അതൊക്കെ വിട്. ഇനി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഫോൺ ചെയ്ത് പറഞ്ഞേക്കണം. ശരി. സോറി മുത്തശ്ശ, ഐ എം റിയലി സോറി മേമ. ഓഫീസിലെ ജോലിക്കിടയിൽ ബിസി ആയിപ്പോയി. എക്സാക്ട്ലി, ഞാനും അത് പറഞ്ഞു തരാം. നീ മീറ്റിംഗിലായിരിക്കും, ബിസി ആയിരിക്കും, നിന്നെ കൊണ്ടത് പറ്റില്ലെന്ന്. പക്ഷെ കേക്കണ്ട ഇവള്. നീ ചെറിയച്ഛനെ കണ്ടില്ലേ? എപ്പോഴൊക്കെ വീട്ടിലുണ്ടാവുക, എപ്പോഴൊക്കെ ഇല്ലാതിരിക്കുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല. സോ അദ്ദേഹത്തെ പറ്റി നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ നീ ഇങ്ങനെ ഒരുപാട് ലേറ്റായി വരാതിരിക്കുമ്പോ അതില് പേടി തോന്നുന്നതിൽ തെറ്റുണ്ടോടാ? ഭക്ഷണം കഴിച്ചോടാ? അത് മുത്തശ്ശ, അവൻ അതിനെ എവിടുന്ന് കഴിക്കാനാച്ചാ? അവൻ ബിസി ആയിരുന്നു എന്ന് പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെല്ലാരും ആഹാരം കഴിച്ചോ? നീ ഇല്ലാതെ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുണ്ടോ നീ? ആരും ആഹാരം കഴിച്ചില്ലേ? ഐ എം റിയലി സോറി മുത്തശ്ശ. എന്നെ കാണാൻ നിങ്ങൾ ഇത്രയൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നീ ഇങ്ങനെ സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഏതായാലും കുഴപ്പമൊന്നുമില്ലാതെ വീട്ടിലെത്തിയല്ലോ, അത് മതി. ഞാൻ ടെൻഷൻ അടിച്ചൊന്നുമല്ല. എനിക്കറിയാം എന്റെ കുട്ടിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന്. എന്നാലും നീ ഒന്നും പറയാതെ ഇവിടുന്ന് പോയോന്ന് ചിന്തിച്ചു പോയി മോനെ. ഒരുപാട് ദൂരദേശത്ത് നീ ഇരിക്കുന്നതിനേക്കാളും ഞങ്ങളുടെ കൺമുന്നിലുള്ളതല്ലേ മോനെ ഞങ്ങൾക്ക് സന്തോഷം. എന്നും നീ വരുന്ന സമയത്ത് നിന്നെ കാണാതായപ്പോ ഒരു പേടി തോന്നി, അത്രേ ഉള്ളൂ. കൂടാതെ ഇന്ന് അശോകനെയും കാണാൻ പറ്റിയില്ല. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് മുത്തശ്ശ, ഒരു പ്രശ്നമില്ല. നിങ്ങളെല്ലാരും എനിക്ക് വേണ്ടി ഇത്രയും നേരം കാത്തിരിക്കുന്ന കാണുമ്പോൾ എന്ത് മറുപടി പറയാണെന്ന് എനിക്കറിയില്ല മുത്തശ്ശ. ഐ തിങ്ക് ഐ എം ദ മോസ്റ്റ് ലക്കിയസ്റ്റ് പേഴ്സൺ ഓൺ ദിസ് എർത്ത്. പോയി കഴിക്ക്. മുത്തശ്ശന് വാ. ഇല്ല മോനെ, നേരം തെറ്റി കഴിച്ചാൽ പിന്നെ ദഹിക്കാൻ പാടാ. അതുകൊണ്ടേ ഒരു ചെറിയ സ്മോൾ അടിച്ച് പോയി കിടന്നോളാം, ഒരു സുഖം കിട്ടും. ശരി മുത്തശ്ശ, ഗുഡ് നൈറ്റ്. അച്ഛൻ മരുന്നൊക്കെ കഴിക്കണേ. അവിടെയാണെങ്കിൽ സീത ഒറ്റയ്ക്ക് എല്ലാം നോക്കി നടത്തുക. ഇവിടെയാണെങ്കിൽ ഇത്രയും ആളുകൾ എനിക്ക് വേണ്ടിയുണ്ട്. അപ്പു, നീ പോയിട്ട് ഫ്രഷ് ആയിട്ട് വാ. ഇന്ന് ഞാൻ തന്നെ നിനക്ക് ഭക്ഷണം വിളമ്പി തരുന്നുണ്ട്. ഇവള് വിളമ്പി കൊടുക്കാന്നോ? എടീ, രാമന് നീ ചെന്ന് വിളമ്പി കൊടുക്ക. ചെല്ല്. ചേച്ചി വിളമ്പുന്നുണ്ടല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്, നീ ചെന്ന് വിളമ്പി കൊടുക്ക. ചെല്ല്, പോ. അപ്പു, നീ നിന്ന് സ്വപ്നം കാണുവാണോ? വേഗം പോയിട്ട് ഫ്രഷ് ആയിട്ട് വായോ, ഭക്ഷണം കഴിക്കാം. ശരി മേമ. അപ്പു, നീ പകലെവിടെയായിരുന്നു? ഭയങ്കര ബിസി ആയിരുന്നോ? നീ ഓഫീസിലുണ്ടായിരുന്നില്ലല്ലോ. ഞാൻ ഓഫീസിൽ ഇല്ലായിരുന്നു എന്ന് മേമയോട് ആരാ പറഞ്ഞത്?
നീ എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്? നീ ഓഫീസിലൊരു സാധാരണ എംപ്ലോയി ആണോടാ? നീ ബോസ് അല്ലേടാ, അതും വീക്കെൻഡ്സിൽ വരെ ജോലി ചെയ്യുന്ന ഒരു ബോസ്. ഒരു പകല് മുഴുവൻ നീ ഓഫീസിലില്ലെങ്കിൽ അത് ന്യൂസ് ആവില്ലടാ. ശരി ശരി, നീ പോയി കൈയും മുഖവും കഴുകിയിട്ട് വാ, ഭക്ഷണം കഴിക്കാം. ശ്വേത, ഗീത, ഭക്ഷണം എടുത്തു വെക്ക. അപ്പൊ അശോക് ഇന്നത്തെ ദിവസം ഓഫീസിൽ വന്നിട്ടില്ല. എന്താ ബോസ്, ഇന്ന് ഹോളിഡേ ആണോ നിനക്ക്? ഇന്ന് നീ ലീവ് എടുക്കുന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഒന്ന് പറയടാ എന്റെ അശോക ചക്രവർത്തി. നിനക്കെന്താടാ ഇത്ര ജാടാ? ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത്. നീ എന്താ ഒരു മൈൻഡും ഇല്ലാതെ കിടക്കുന്നേ? എന്തിനാണ് എന്നെ കാണാൻ വന്നേ? എന്നെ കണ്ടിട്ട് ഇപ്പൊ നിനക്കെന്താ പ്രയോജനം പറ? എടാ എന്താടാ നീ ഇങ്ങനെ? ഞാൻ ഓഫീസിൽ ഇല്ലാത്ത കാര്യം നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? പകലൊന്നും എന്നെ നീ ഓർമ്മിച്ചതേ ഇല്ലല്ലേ? ഞാൻ ആരാ? നമ്മുടെ കാര്യമൊക്കെ എന്തിനാ നോക്കുന്നേ? നിനക്കിപ്പോ പുതിയ പുതിയ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഐ മീൻ ഗേൾ ഫ്രണ്ട്സ്. ഹാപ്പി ആയിരിക്കും മുതലാളി. ആട്ടെ, സന്തോഷമായിരിക്കട്ടെ. എടാ ബോധമില്ലാതെ സംസാരിച്ച അടി വാങ്ങു നീ. നിനക്ക് എന്തു പറ്റിയെന്നാ ചോദിച്ച കാര്യം പറയടാ. ഒന്നുമില്ലടാ, എന്റെ യോഗ്യത എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാ. ബോസിന്റെ കസേര, ഭാരമുള്ള കോട്ട്, ഇതൊക്കെ എനിക്ക് എന്തിനാ? ഞാൻ ഇത്രയേ ഉള്ളൂ. സിംഗിൾ ബെഡ്റൂം, മ്യൂസിക് കേൾക്കുക, കിളികൾക്കൊപ്പം കൂട്ട്, സമാധാനം ഉണ്ടാവും. ദയവ് ചെയ്ത് എന്നെ വിട്ടേക്ക് സർ. അശോക തോന്നിയ പോലെ സംസാരിക്കല്ലേ. അവന്റെ ഒരു യോഗ്യത. എടാ ക്ഷമിക്കടാ, സോറി. രാവിലെ മുതൽ നിന്നോട് സംസാരിക്കാൻ പറ്റില്ല, എവിടെയാണെന്ന് ചോദിച്ചില്ല. എല്ലാത്തിനോട് ചേർത്തൊരു സോറി. അല്ല നീ എന്താ ഓഫീസിൽ പോന്നെ? എന്താന്ന് ചോദിച്ചാ എനിക്ക് വേണ്ട. എനിക്ക് അവിടെ ഇനിയും ബോസായിട്ടിരിക്കാൻ വയ്യ, എന്നെ വിട്ടേക്ക്. ഡേയ് വിട്ടേക്കെന്ന് പറഞ്ഞ എങ്ങനെയാടാ? കാരണം ഒന്നുമില്ല, നീ ഇങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്താന്ന് പറ. നീ തന്നെ പറ. ഞാനോ? ഒരു ചുമടെടുക്കുന്നവന് തന്റെ മുതലാളിയുടെ മുമ്പിൽ നല്ല ജോലിക്കാരെന്ന പേരെടുക്കാൻ ആഗ്രഹം ഉണ്ടാവും. ഞാനും അങ്ങനെ ചുമടെടുക്കുന്നവനാ. പക്ഷെ എന്റെ മുതലാളിക്ക് എന്നെ വിശ്വാസമില്ല. പിന്നെ ഞാനെന്തിനോടെ വേണം? ആദ്യം ഈ മുതലാളിയും ചുമടുമൊക്കെ ഒന്ന് നിർത്തടാ. സത്യം അതല്ലേ? അയ്യോ ഞാൻ നിന്റെ കാല് പിടിക്കാം. പിന്നല്ലാതെ എങ്ങനെയാ? നീ എന്നോട് പിണങ്ങിയിരുന്ന് എനിക്ക് എന്റെ ജീവൻ പോകുന്ന പോലെയാടാ. എടാ വേറെ ആരെന്നോട് പ്രശ്നം ഉണ്ടാക്കിയാലും എന്റേതായ സ്റ്റാൻഡിൽ ഞാൻ ഉറച്ചു നിൽക്കും. പക്ഷെ നീ എന്നോട് പ്രശ്നം ഉണ്ടാക്കിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. അല്ല എന്നോട് ദേഷ്യപ്പെട്ട് നീ എന്താ ഓഫീസിലേക്ക് പോവാന്? എന്താന്ന് വെച്ചാൽ നിനക്കെന്നെ വിശ്വാസമില്ല, അതുകൊണ്ടാ. എന്താ നിന്നെ എനിക്ക് വിശ്വാസമില്ലെന്നോ? എടാ നീ എന്തൊക്കെയാ ഈ പറയുന്നേ? എടാ എനിക്ക് എന്നെ വിശ്വാസമുള്ളതിനേക്കാൾ 1000 മടങ്ങ് വിശ്വാസം നിന്നെയാടാ. ഞാൻ ഇത്രയും സമാധാനമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണം നീയാടാ. നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഫൈൻ, എനിക്കൊരു തെറ്റുപറ്റി. ഐ എം എക്സ്ട്രീംലി സോറി. സോറി ഒന്നും പറയണ്ട. എന്താണ് നിനക്ക് ഇത്ര ദേഷ്യം? സംസാരിക്കാൻ സമ്മതിച്ചില്ലെങ്കിലും കുഴപ്പമില്ലടാ. സംസാരിച്ചിട്ട് അതാരും കേൾക്കാതാവുമ്പോഴാ. എടാ നിന്നെ കേൾക്കാൻ ഞാനില്ലേ? അതൊക്കെ വിട്. നീ എവിടെയായിരുന്നു? നീ എവിടെയാ ഉണ്ടാവുക, എവിടേക്കാ പോവാ, ഒന്നും പറയാറില്ല.
ഇത്രയും നേരം നീ സീതയുടെ വീട്ടിലല്ലായിരുന്നോ? ഇത് നീ പറയുമെന്ന് കരുതിയാ ഞാൻ കാത്തിരുന്നത്. നിന്റെ മേമ വിളിച്ചിരുന്നു, എന്റെ റാം എവിടെയെന്ന് ചോദിച്ചു. നീ സീതയുടെ വീട്ടിലാണെന്ന് ഞാൻ അവരോട് എങ്ങനെ പറയും? എന്റെ കൂടെയാണെന്ന് ഞാൻ കള്ളം പറഞ്ഞു. ഓഫീസിലാണെങ്കിൽ ഞാനാ ബോസ് എന്ന് കള്ളം പറഞ്ഞ് നടക്കുക, വീട്ടിലാണെങ്കിൽ ഇങ്ങനൊരു കള്ളം. മടുത്തടാ എനിക്കിത്. ഇനി എത്ര കാലം ഇങ്ങനെ കള്ളം പറഞ്ഞ് ജീവിക്കണമെന്ന് എനിക്കറിയില്ല. എല്ലാം കുറച്ച് നാളത്തൊക്കെ ഉള്ളൂ, നിനക്ക് അറിയാലോടാ. എടാ, നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള എന്റെ ഈ ജീവിതം കോംപ്ലിക്കേറ്റഡ് ആവും കേട്ടോ. നിന്റെ ലൈഫാണോ സിമ്പിള്? ആടാ, എന്റെ ലൈഫ് വളരെ സിമ്പിളാ. എന്റെ മുത്തശ്ശൻ, എന്റെ മേമ്മ, എന്റെ ഫാമിലി, അതാണ് എന്റെ ലൈഫ്. അവിടെയും ഞാനില്ല കണ്ടോ. ഞാനും നീയും വേറെയാണോടാ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പറയാനായിട്ട്? എന്റെ ഫാമിലി എന്ന് പറയുമ്പോ അതിന് നീ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവല്ലോ അശോക്. എനിക്ക് അവര് മേമയാകുമ്പോ നിനക്കും ഒരു മേമ തന്നെയല്ലേ? സച്ച് എ ഗ്രേറ്റ് ഫ്രണ്ട്. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സിംഹാസനത്തെ തന്നെ നീ കണ്ണുവെച്ചല്ലേ? എടാ, നമ്മൾ രണ്ടും ഒന്നല്ലേടാ. ചെരുപ്പ് എവിടെ ഇരിക്കണോ അവിടെ ഇടണം. ഇതിനെക്കുറിച്ച് റാമിനറിയാൻ വഴിയില്ല. അശോക് സാറേ, എന്നോടിപ്പോഴും ദേഷ്യ? നിന്നോട് മാത്രല്ലടാ, എന്നോടും കൂടിയാ. എടാ, നീ അതൊക്കെ വിട്. നാളെ മുതൽ നീ ഓഫീസിലേക്ക് വരും, ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ബാക്ക് ടു മ്യൂസിക്. പാർട്ടി ടൈം. പിന്നെ പ്രിയ മേഡം എവിടെയുണ്ട്? നാണം കണ്ടില്ലേ കള്ളൻ. ചുമ്മാ അതിനിടാ. ഓക്കെ, ഡാൻസ് കളി, ഡാൻസ് കളി. ആദ്യം തന്നെ എന്റെ കുട്ടിയെ കണ്ടാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. എനിക്കും അതെ. കല്യാണത്തിന് പോയതിനേക്കാ തിരിച്ചു വരുമ്പോഴാ ഒരു സന്തോഷം ഉണ്ടായത്. ഓ, ഇത്ര വേഗം വന്നോ? നിന്നെ കാണാൻ വേണ്ടി ഓടി വന്നതാ. സുഖാണോ മോക്ക്? സുഖാണല്ലോ. അമ്മയെ നീ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ലല്ലോ? എന്റെ ചക്കര അങ്ങനെയൊന്നും ബുദ്ധിമുട്ടിക്കില്ല അല്ലേ മോളെ? അതെ മുത്തശ്ശ. നിങ്ങളുടെ കുട്ടിയെ ഞാൻ നോക്കേണ്ടി വന്നില്ലമ്മേ, അവളാ എന്നെ നോക്കിയത്. ആണോടാ പൊന്നെ? ശരി സീത, ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ കാര്യം കൂടി ആവുമ്പോ നിനക്ക് ക്ഷീണായില്ലേ സീത? അതൊന്നും ഇല്ലമ്മേ. മുത്തശ്ശി, സീതമ്മയ്ക്ക് പനി വന്നിരുന്നു. ആണോ? അമ്മേ, ഇവള് പറയുന്നത് കേട്ടാ നിങ്ങൾക്കൊക്കെ ടെൻഷനാവും. അത്രയ്ക്കൊന്നും ഇല്ലെന്നേ. സീത, പനിയും വെച്ചോണ്ടാണോ ജോലിയൊക്കെ ചെയ്തേ? ഇല്ലമ്മേ, റാം വന്നിരുന്നു. അവനാ സിഹിയെ നോക്കിയത്. ഞാൻ സമാധാനമായിട്ട് റെസ്റ്റ് എടുത്തു. പറഞ്ഞിരുന്നേ മൂപ്പര് മാത്രം അയച്ച് ഞാനിവിടെ നിൽക്കില്ലായിരുന്നോ? കുഴപ്പമില്ലമ്മ. മോളെ നോക്ക്, ഞാൻ നിനക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നേന്ന്. അത് ഞാൻ കൊണ്ടുവന്നതാ. അപ്പൊ പൈസ ആരുടെയാ? ആ പൈസയും എന്റെയാ. നോക്കൂ സീമോളെ, നിനക്ക് വേണ്ടി എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന്. വള, മാല. മാല? മോളെ, ഇതെല്ലാം നിനക്ക് ഇവള് വാങ്ങിയതാ. പക്ഷെ ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ട്. ഇതെന്താ മുത്തശ്ശ? ബദാം നിനക്ക് ഇഷ്ടമല്ലേ, അതുകൊണ്ടാ. കഴിച്ചു. താങ്ക് യു മുത്തശ്ശ, താങ്ക് യു മുത്തശ്ശി. എന്തിനാ ഇതൊക്കെ വാങ്ങാൻ നിക്കുന്നേ? നിനക്കും എന്തെങ്കിലും വാങ്ങിക്കണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങള് തന്നാ നീ വാങ്ങില്ലല്ലോ. അതുകൊണ്ട് അമ്പലത്തിൽ പോയിരുന്നു, പ്രസാദം ഒക്കെ വാങ്ങി. കുറച്ച് കഴിഞ്ഞിട്ട് നിനക്ക് പ്രസാദം തരാട്ടോ. താങ്ക് യു അച്ഛാ. എന്നെ മാല ഇട്ടാലോ? സീതേ, 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 എവിടെയുള്ളേ? സീതേ, ഞാൻ വിളിക്കുന്ന കേൾക്കുന്നുണ്ടോ? സീതേ. ഏട്ടത്തി, ഓഹോ, കുഴപ്പമൊന്നുമില്ലല്ലോ, നാവൊക്കെ ഉണ്ടല്ലോ. നീ ഇവിടെ മിണ്ടാനും ഉരിയാടാനും പറ്റാതിരിക്കുവാണെന്ന് കരുതി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു ഞാൻ. എനിക്ക് എന്ത് പറ്റിയെന്നാ ഏട്ടത്തി? എന്താ പറ്റിയെന്ന് ഞാൻ നിന്നോടല്ലേ ചോദിക്കണ്ടേ സീതേ? നിനക്ക് എന്താ പറ്റിയേ? എല്ലാം ഞാൻ തന്നെ വന്ന് അന്വേഷിക്കണോ അല്ലേ? ഞങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിന്നെ ഞാൻ വീണ്ടും വീണ്ടും വന്ന് ഓർമ്മിപ്പിക്കണം. നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് മൂന്നാമതൊരാൾ പറഞ്ഞു വേണം ഞാൻ അറിയാൻ, അല്ലേ?
ഏട്ടത്തി എനിക്ക് ഒരു കുഴപ്പമില്ല. ഓഹോ, നിനക്കൊന്നും പറ്റാഞ്ഞിട്ടാണല്ലോ ആ ലോയർ ചേട്ടൻ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് അല്ലേ? ലോയറോ? അപ്പു, മേമ. നീ ഓഫീസിലേക്ക് ഇറങ്ങിയതാണോ? ആ. ഓൾ ദി ബെസ്റ്റ്. അപ്പു, ഓഫീസിലെല്ലാം ഓക്കെ അല്ലേ? യാ മേമ. എന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇന്നലെ ഒരു ആംബുലൻസ് അയച്ചിരുന്നില്ലേ? എന്തിനാ? അത് ആക്ച്വലി ആർക്കായിരുന്നു അപ്പു? ഇന്നലെ ഒരു ക്ലയന്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആർക്കോ ഒരു ബ്രീത്തിങ് പ്രോബ്ലം വന്നപ്പോൾ എമർജൻസി ആയിട്ട് ആംബുലൻസ് വിളിച്ചിരുന്നു. ഓ, എന്നിട്ട് ശരിയായോ വീസിങ്? ആ മേമ, ഹീസ് ഫൈൻ. മേമ, ഞാൻ ഇപ്പൊ തന്നെ ലേറ്റ് ആയി. ഗുഡ് ടു ഗോ. ബൈ. ബൈ. ശ്രീരാമ ശ്രീരാമ, പാവട നീ, വളരെ നല്ലവന്. ഒരാളോട് ഫോൺ ചെയ്ത് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കാന്ന് ചോദിക്കും, വൈകുന്നേരം ആംബുലൻസ് ഒക്കെ വിളിക്കും, എന്നിട്ട് ചോദിച്ച ക്ലയന്റിന് വീസിംഗ് ആണെന്ന് പറയും. കളവ് പറയാനും അറിയില്ല. സത്യം എന്താണെന്ന് ഞാൻ കണ്ടെത്തിക്കോളാം.